റെഡിയാണോ? ബ്രൂവറി ആരോപണം സംബന്ധിച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി നൽകുകയുണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞത് രഹസ്യ രേഖയാണ് എന്ന് പറഞ്ഞ് ഞാൻ മന്ത്രിസഭയുടെ നോട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചെന്ന് എന്നത് രേഖയാക്കി ഹാജരാക്കിയത്. ഞാനൊരിക്കലും അത് രഹസ്യരേഖയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട്. എന്താരോപണം? ഒരു വകുപ്പുകളുമായും ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനമെടുത്തത്. എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് തീരുമാനമെടുത്തത്. ബന്ധപ്പെട്ട വകുപ്പുകൾ ആരെയും അറിയിച്ചിട്ടില്ല. ആ ആരോപണം തെളിയിക്കാനാണ് മന്ത്രിസഭയുടെ നോട്ട് ഞാൻ ഹാജരാക്കിയത്. അതിനേക്കാൾ വലിയ തെളിവ് വേറെ ഏതാണുള്ളത്? അതിനെ നിഷേധിച്ചില്ല. ഞാൻ കൊണ്ടുവന്നത് വ്യാജരേഖയാണെന്നും പറഞ്ഞില്ല, അല്ലേ? അത് സമ്മതിക്കുകയാണ് ഉണ്ടായത്, യഥാർത്ഥ രേഖയാണെന്ന്. രണ്ടാമത്, ഇത് സുതാര്യമായിട്ടല്ല ചെയ്തിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ആരോപണം. അദ്ദേഹം പറഞ്ഞു 2023 മദ്യനയം മാറി. മദ്യനയം മാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി ഇവിടെ വന്നത്. മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാണ്. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് മാറിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ല. കേരളത്തിൽ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല, പാലക്കാട് ജില്ലയിൽ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല. പക്ഷേ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് കമ്പനി അറിഞ്ഞു. അതെങ്ങനെയാണ്? ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടില്ല ആരുടെയും. ഇവരുടെ അപേക്ഷ മാത്രം സ്വീകരിച്ചു. നടപടിക്രമങ്ങളുമായി രഹസ്യമായി മുന്നോട്ട് പോയി, ഒരു വകുപ്പും അറിയാതെ. സുതാര്യമാണോ? എങ്ങനെയാണ് ആ കമ്പനി മാത്രം അറിഞ്ഞത്? ആ കമ്പനി മദ്യനയം മാറുന്നതിന് മുമ്പ് ആ കമ്പനി എലപ്പള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിച്ചല്ലോ. മദ്യനയം മാറും എന്ന് അവരെങ്ങനെ അറിഞ്ഞു നേരത്തെ? അപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത്. ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റി അവർക്ക് മദ്യനിർമ്മാണശാല അനുവദിക്കാനുള്ള അവസരം കൊടുത്തത്. വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ. പിന്നെ ഈ ഡൽഹി മദ്യനയ കേസിൽ പ്രതിയാണ് ഈ കമ്പനി. ഭൂഗർഭജലം പഞ്ചാബിൽ 4 കിലോമീറ്റർ മലിനമാക്കിയതിലെ കേസിലെ പ്രതിയാണ് ഈ കമ്പനി. ആ കമ്പനിയെക്കുറിച്ച് ഗവൺമെൻറ് ഉത്തരവിലും പിന്നെ മന്ത്രിയും സംസാരിച്ചുകൊണ്ടിരിക്കുക. മന്ത്രി അവരുടെ വക്താവിനെ പോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇതുവരെ കമ്പനിയുടെ ഒരു വിശദീകരണം കേട്ടിട്ടില്ല. കമ്പനിയുടെ വിശദീകരണം ആവശ്യമില്ല. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി അവരെക്കാളും വീറോടുകൂടി വാദിക്കുന്നതാരാ? എക്സൈസ് മന്ത്രിയാണ്. ഈ ഡൽഹി മദ്യനയ കേസിൽ ഇവർ പ്രതിയാണെന്ന് പറഞ്ഞു. ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത MP അവരും പ്രതിയാണ്. അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അവരെവിടെയാണ് താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കുക. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത്, ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചത്. അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. പിന്നെ വെള്ളത്തെ സംബന്ധിച്ച് ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ പാലക്കാട് വെള്ളം സുലഭമാണെന്നാണ് മന്ത്രി പറയുന്നത്. എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊടുക്കാനുള്ള വെള്ളവും കവിഞ്ഞ് പിന്നെ വെള്ളമുണ്ട്. പിന്നെ ഇവർക്കൊരു ഇത്തിരി വെള്ളം മതിയെന്നാണ്. ഈ പ്ലാന്റ് മുഴുവൻ പൂർത്തിയാകുമ്പോൾ ഒരു ദിവസം 50 ദശലക്ഷം മുതൽ 80 ദശലക്ഷം ലിറ്റർ വരെ പെർ ഡേ MLD പെർ ഡേ വെള്ളം അവിടെ ആവശ്യമുണ്ട്. മന്ത്രി പറയുന്ന 5 ഏക്കറിലെ റെയിൻ ഹാർവസ്റ്റ്, അത് നന്നായി മഴ പെയ്തെന്ന് വെച്ചു. ഒരു കൊല്ലം മാക്സിമം അവിടെ ശേഖരിക്കാൻ പറ്റാവുന്ന വെള്ളം 40 MLY ആണ്. അതായത് ഒരു വർഷത്തിൽ 40 ദശലക്ഷം ലിറ്റർ. കാരണം അവിടെ 2000 മില്ലിമീറ്റർ മഴയുള്ളൂ. ബാക്കിയുള്ള കേരളത്തിൽ 3000 മില്ലിമീറ്റർ മഴയുണ്ട് ശരാശരി. ഇവിടെ ശേഖരിക്കാൻ പറ്റാവുന്നത് 40 ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു കൊല്ലത്തേക്ക്. കമ്പനിയുടെ ഫുൾ സ്വിങ്ങിലായാൽ ഒരു ദിവസത്തേക്ക് ആവശ്യമായ വെള്ളം ഉണ്ടാവില്ല ഈ റെയിൻ ഹാർവസ്റ്റിൽ. പിന്നെ റെയിൻ ഹാർവസ്റ്റ് എന്ന് പറയുന്നത് മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? ഭൂമിക്കടിയിലേക്കല്ലേ പോകുന്നത് മഴവെള്ളം.
ഗ്രൗണ്ട് വാട്ടർ ടേബിൾ അല്ലേ മെച്ചപ്പെടുത്തേണ്ടതാണ്, മഴവെള്ളം പോകേണ്ടത്. ആ മഴവെള്ളമാണ് ശേഖരിക്കപ്പെടുന്നത്. ഈ മന്ത്രി 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. വാട്ടർ ക്രൈസിസ് റിമൈൻസ് an important issue in Palakkad, and the MP himself admits, even some of my projects had to be abandoned due to depleting groundwater resource. There are places where no water was found even after digging up to 3 wells. We have to plan more sustainable projects. ഞാൻ MP ആയിരിക്കുമ്പോൾ ഗ്രൗണ്ട് വാട്ടറിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട്, ഗ്രൗണ്ട് വാട്ടർ ഇല്ലാത്തതുകൊണ്ട്, എൻ്റെ ടേബിൾ താഴെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പദ്ധതികൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇവിടെ തീരെ വെള്ളമില്ല. 3 കിണർ കുഴിച്ചിട്ട് പോലും വെള്ളം കിട്ടുന്നില്ല. ബോർവെല്ലായിരിക്കും, കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആവശ്യം സസ്റ്റൈനബിൾ പ്രോജക്റ്റുകളാണ്. അദ്ദേഹം മന്ത്രിയായപ്പോൾ വെള്ളം അസംസ്കൃത വസ്തുവായ പദ്ധതി കൊണ്ടുവരിക. പാലക്കാട് വെള്ളം ഇല്ല എന്ന് 2019 MP ആയി മത്സരിക്കുമ്പോൾ ജനങ്ങളോട് പറയാണ്, വെള്ളം ഇല്ലാത്തതുകൊണ്ട് പാലക്കാടത്തെ വെള്ളം ക്ഷാമം കൊണ്ട് എനിക്ക് ഒരുപാട് പരിപാടികൾ, പദ്ധതികൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. 3 കിണർ കുഴിച്ചിട്ട് പോലും വെള്ളം കിട്ടുന്നില്ല. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ടേബിൾ വളരെ താഴെയാണ്. അതുകൊണ്ട് സസ്റ്റൈനബിൾ പ്രോജക്റ്റ്, സന്തുലിതമായ പദ്ധതികൾ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത, വെള്ളമൊക്കെ ആവശ്യമില്ലാത്ത പദ്ധതികളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മന്ത്രിയായപ്പോൾ ഒരു ദിവസം 80 ദശലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമുള്ള പദ്ധതിയായിട്ട് വരികയാണ്. വ്യവസായം തുടങ്ങുന്നതിന് നമുക്ക് യാതൊരു എതിർപ്പുമില്ല. ഇപ്പം കേരളത്തിൽ പണ്ട് വെള്ളം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, കറണ്ട് ഉണ്ടെന്നുള്ള ധാരണയിൽ കറണ്ട് അസംസ്കൃത വസ്തുവായ വ്യവസായങ്ങൾക്ക് നമ്മൾ അനുമതി കൊടുക്കുമായിരുന്നു. ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് വന്നത്. പണ്ട് അലൂമിനിയം ഇതാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഭയങ്കര ലെവലിൽ വേണം, അന്ന് കൊടുക്കും. ഇപ്പോൾ കൊടുക്കുമോ? ഇപ്പോൾ കൊടുക്കാൻ പറ്റുമോ? ഇപ്പം വെള്ളം അസംസ്കൃത വസ്തുവായ ഒരു പദ്ധതി, അത് പാലക്കാട് പോലെ കേരളത്തിൽ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ഭൂഗർഭ ജലവിധാനം ഏറ്റവും താഴെയുള്ള ഒരു സ്ഥലത്ത് കൊടുക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ ചോദ്യം. ഇതാണ് ഞങ്ങൾ ഉയർന്നിരിക്കുന്നത്. പിന്നെ ഈ 23-24 മദ്യനയത്തിൽ ധാന്യേതര കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിശ്ചിത വീര്യത്തിൽ വീഞ്ഞ് നിർമ്മിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ധാന്യേതര ഉൽപ്പന്നം. കാരണം എന്താ പറയുക, പണ്ട് CPM ഓൾ ഇന്ത്യ കമ്മിറ്റി എടുത്തൊരു സ്റ്റാൻഡാണ്, ധാന്യങ്ങളെ ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലെന്ന്. പണ്ട് ഭയങ്കര CPM ഓൾ ഇന്ത്യ കമ്മിറ്റി എടുത്തൊരു വലിയ സ്റ്റാൻഡാണ്. അതുകൊണ്ടാണ് മദ്യനയത്തിൽ ധാന്യേതര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഇവർ ഉപയോഗിക്കുന്നത്? സ്പിരിറ്റ് ഉണ്ടാക്കാൻ അരിയാണ് ഉപയോഗിക്കുന്നത്. ഈ പോളിസിക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതി അല്ലത്, അരിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വളരെ കൃത്യമായിട്ടാണ്. അപ്പോൾ മന്ത്രി യഥാർത്ഥത്തിൽ ഞങ്ങളെ മാത്രമല്ല, ഘടകകക്ഷികളെ പോലും ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ആളാണ്. CPI, RJD, ജനതാദൾ എല്ലാവരും പ്രശ്നമാണ്. അവരെല്ലാവരും പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി പൂട്ടിക്കാൻ വേണ്ടി പാലക്കാട് സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന ആളുകളാണ്. എല്ലാവരും ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോഴാണ് വെള്ളം അസംസ്കൃത വസ്തുവായ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. അത് സുതാര്യം ആണെന്നാണ് പറയുന്നത്, പക്ഷെ സ്വകാര്യമായിട്ടാണ് കൊണ്ടുവന്നത്. സുതാര്യമായ പദ്ധതി ആരും അറിയാതെ, അത് പറയുന്നില്ല. ഞങ്ങളുടെ ആരോപണമൊക്കെ സ്പെസിഫിക്കുക. ഇന്നലെ അദ്ദേഹം പറഞ്ഞതൊന്നുമല്ല ഞങ്ങളുടെ ആരോപണം. ഞങ്ങൾ പറയും മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മാറിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കാൻ പോകുന്ന കാര്യം ഒറ്റ ആൾ അറിഞ്ഞില്ല. കേരളത്തിൽ ആരും അറിഞ്ഞില്ല, പക്ഷെ മധ്യപ്രദേശുകാരും അറിഞ്ഞു. എന്നിട്ട് അവർ വന്ന് സ്ഥലം മേടിച്ചു. അവർ അതിനു മുമ്പേ സ്ഥലം മേടിച്ചു. അവർ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ മദ്യനയത്തിൽ മാറ്റം ഉണ്ടായത്. കോളേജ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട്. ഇതൊക്കെയാണ് സുതാര്യം എന്ന് പറയുന്നത്. ആണ് ചോദ്യം. കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയാണ്, പ്രത്യേകിച്ച് കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒക്കെയുള്ള ഇത്തരം കമ്പനികളെ സഹായിക്കാനാണ് കേരളത്തിലൊരു പദ്ധതി വരാതിരിക്കാനുള്ള ശ്രമമാണ്. അല്ലെന്ന് കർണാടകയിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഡിസ്റ്റിലറികളതിന് അവിടെ നിന്ന് തന്നെ മേടിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. മഹാരാഷ്ട്രയിൽ നിന്ന് മേടിച്ചോ? ഞങ്ങളാരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? എക്സൈസ് മന്ത്രി രാജേഷും
അല്ലെങ്കിൽ കേരളത്തിലെ ഡിസ്റ്റിലറിക്കാർ കർണാടകയിൽ നിന്ന് പോയി വാങ്ങിക്കുന്നു. ഇതൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ദുരാരോപണോ. ഇങ്ങനെ വേറെ കാര്യം പറഞ്ഞു, ഓ എന്തൊരു GST നഷ്ടമാണ്. ഇതെല്ലാം കേരളത്തിൽ വന്നാൽ പിന്നെ കേരളത്തിൽ GST കിട്ടും. 4200 കോടി രൂപയുടെ സ്പിരിറ്റ് വരുന്നു, 210 കോടി രൂപയുടെ GST നഷ്ടം. ഒന്ന് മന്ത്രി മനസ്സിലാക്കേണ്ടത്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് ഇപ്പോൾ GST ഇല്ല. അതായത് ഹ്യൂമൻ കൺസംഷന് വേണ്ടി ലിക്കറാക്കി മാറ്റുന്ന ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ സ്പിരിറ്റ് കൊണ്ടുവരുമ്പോൾ അതിന് GST ഇല്ല. ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് പറയാറുണ്ടെങ്കിൽ ചോദിച്ചിട്ട്. മന്ത്രിയല്ലേ, ഒരു മന്ത്രിസഭയിലെ മന്ത്രിയല്ലേ, GST ഇല്ലെന്ന് അത് എടുത്തു കളഞ്ഞു നേരത്തെ തന്നെ. ഇനി അഥവാ GST ഉണ്ടായെന്ന് നോക്കി, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് ടാക്സ് അടച്ചാൽ അത് IGST ആയിട്ട് കേരളത്തിൽ തിരിച്ചു കിട്ടും. ഉണ്ടായിരുന്നെങ്കിൽ 5% ഉണ്ടായിരുന്ന നേരത്തെ, ആ 5% ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ അടയ്ക്കുന്ന പൈസ റീഇംബേഴ്സ് ചെയ്ത് കേരളത്തിൽ തിരിച്ചു കിട്ടുമായിരുന്നു. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് 210 കോടി രൂപയുടെ GST നഷ്ടമാണ് എന്ന് പറയുന്നത്? GST ഇല്ല ഈ സാധനത്തിന്, ചുമ്മാ പറയാണ്, ഒരു മന്ത്രിയല്ലേ പറയുന്നത്. ആ ഞങ്ങൾ ഉന്നയിച്ചതിനേക്കാൾ കുറെ കൂടെ ഗൗരവമായിട്ടാണ് അവർ വെള്ളത്തിൻ്റെ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത്. ജനൈകത്തിൽ ഇന്നലെ സത്യൻ മൊകേരി എഴുതിയ ലേഖനം രൂക്ഷമായ കുടിവെള്ളത്തിൻ്റെ പ്രശ്നവും ജലസേചന സൗകര്യങ്ങളുടെ കാര്യമാണ്. അതിനേക്കാൾ വലിയ തെളിവെന്താ മന്ത്രി തന്നെ പറഞ്ഞേക്കണേ, ഞാൻ വായിച്ചില്ലേ 2019 പാലക്കാടിനെ പറ്റി, പാലക്കാടിൻ്റെ കുടിവെള്ളത്തെ പറ്റി ഇന്നലെ പറഞ്ഞതല്ല. ഇന്നലെ പറഞ്ഞ അവിടെ ഇഷ്ടംപോലെ വെള്ളമാണ്, വെള്ളം സുലഭമായ ഒരു സ്ഥലമാണ് പാലക്കാട്. വെള്ളം ഭയങ്കര വെള്ളം. മലമ്പുഴ അണക്കെട്ടിലേക്ക് വെള്ളം എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ്. ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം ഞങ്ങൾക്ക്. അല്ല, തെറ്റാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് തെറ്റാണ്. കമ്പനിക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത് തെറ്റായ കണക്കാണ്. പിന്നെ അവിടെ വെള്ളം സുലഭമാണ് എന്ന് പറഞ്ഞത് തെറ്റാണ്. വെള്ളം ഇല്ലല്ലോ അവിടെ, വിണ്ടുകീറി കിടക്കുക ഈ സ്ഥലങ്ങളൊക്കെ വെള്ളമില്ലാതെ. കേരളത്തിൽ എല്ലായിടത്തും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. പാലക്കാടാണ് അത് ഏറ്റവും രൂക്ഷം. പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ വളരെ താഴെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ മറ്റ് ജില്ലകളേക്കാൾ. അതുകൊണ്ടാണല്ലേ പ്ലാച്ചിമണയൊക്കെ ഇഷ്യൂ ആയത്. ഇപ്പം പെരിയാറിൻ്റെ തീരത്താണ് ഞങ്ങളല്ല, അവിടെ പോലും ആവശ്യമായ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പെരിയാറിൻ്റെ തീരത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർ റിസോഴ്സാണ് പെരിയാർ എന്ന് പറയുന്നത്. അവിടെ പോലും ആവശ്യത്തിന് ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല കേരളത്തിൽ വളരെ ചെറിയ ശതമാനമാണ് കുടിവെള്ളം പൈപ്പിലൂടെ വിതരണം നടത്തുന്നത്. അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും. അതിൻ്റെ ആവശ്യം ബെനഫിഷ്യറീസ്, ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ 3 വീട്ടിലല്ല താമസിക്കുന്നത്, കുറച്ച് ആൾ കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ പല സ്ഥലത്തും ഈ കിണറുകളിൽ വെള്ളമില്ല, നാച്ചുറൽ സോഴ്സസ് ഇല്ല. അപ്പോഴാണ് ഈ സോഴ്സിനെ, വാട്ടർ അതോറിറ്റിയുടെ സോഴ്സിനെ ആളുകൾ ആശ്രയിക്കുന്നത്. ഇതൊന്നും അടിസ്ഥാനപരമായി ഇതൊന്നും ഇല്ലാതെ ആകെ പറയുന്നത് വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന രേഖ കേരളത്തിൽ ആരും കണ്ടില്ലല്ലോ. ആ രേഖ ഔദ്യോഗിക രേഖയാണ്. ഞാൻ പറഞ്ഞത് എന്തിനാണ്? ഞങ്ങളുടെ ഒരു ആർഗ്യുമെൻറ്റിന്, ഒരു വാദത്തെ തെളിയിക്കുന്നതിന്. എന്താ വാദം? ആരും അറിഞ്ഞിട്ടില്ല. ആരും അറിഞ്ഞില്ല എന്ന് മന്ത്രിസഭാ നോട്ടിൽ തന്നെ എഴുതി വെച്ചേക്കുക. അത് നാട്ടുകാർ അറിയണ്ടേ? ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അറിയുന്നു അല്ലേ? വെബ്സൈറ്റിൽ കിടന്ന എത്ര പേര് കാണും? ഞാൻ രഹസ്യ രേഖയെന്നൊന്നും പറഞ്ഞില്ല, ഒരു രേഖയാണെന്ന് പറഞ്ഞു. രേഖയല്ലേ? ആ രേഖയുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്തില്ലല്ലോ. ആ രേഖ തെറ്റാണെന്ന് പറഞ്ഞില്ലല്ലോ, വ്യാജമാണെന്ന് പറഞ്ഞില്ലല്ലോ. ആ രേഖ ഞങ്ങൾ ഉന്നയിച്ച ഒരു ആരോപണത്തെ ശരിവെക്കുന്ന. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അഴിമതിയാണ്. അതുകൊണ്ടാണല്ലോ എന്ത് കിട്ടിയെന്ന് ഞങ്ങൾ ചോദിച്ചത്. ഇല്ലെങ്കിൽ ആരും അറിയാതെ മധ്യപ്രദേശിലെ കമ്പനിയെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് എങ്ങനെയാണ്? എവിടെ വെച്ചാൽ ഇവരായിട്ട് ചർച്ച നടത്തിയത്? അവർ വന്ന് വെറുതെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക്, അപ്പം ഇന്നലെ പറഞ്ഞിട്ടില്ലേ, നിർദോഷമായിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്തു എക്സൈസിൻ്റെ. അപ്പോഴേക്കും അതിങ്ങനെ മുകളിൽ കയറി വന്ന് അതിന് അനുമതി കൊടുത്തു.
അല്ല, ഉണ്ടാവുമായിരിക്കാം സ്ഥലം മേടിക്കാൻ വേണ്ടി. കോളേജിന് സ്ഥലം മേടിക്കാൻ വന്നവരാരും സഹായിച്ചു കാണും. എന്താ കുഴപ്പം? കോളേജിനെന്ന് പറഞ്ഞിട്ടല്ലേ മേടിച്ച്. അപ്പോൾ ആരെങ്കിലും ലോക്കൽ ചെന്ന് കഴിഞ്ഞാൽ സഹായിക്കും. പല പ്രാദേശിക പ്രവർത്തകരൊക്കെ ചെറിയ ചെറിയ ബ്രോക്കർമാരായിട്ട് എല്ലാ പാർട്ടിയുടെ ഒക്കെ വർക്ക് ചെയ്യുന്നവരില്ലേ ഇഷ്ടം പോലെ. അതിനെന്താ തെറ്റ്? ദല്ലാളായും മാറുന്നത് വല്ല തെറ്റുമാണ്. സ്ഥലം മേടിച്ചു കൊടുക്കുന്നത് എത്ര പേര് അങ്ങനെ ജീവിക്കുക? വാടകയ്ക്ക് സ്ഥലം എടുത്ത് കൊടുക്കും, 5 സെൻറ്റും 10 സെൻറ്റും മേടിച്ചു കൊടുക്കും. ഒരാൾ സ്ഥലം മേടിക്കാൻ വരുമ്പോൾ അവിടെ ചെന്ന് നിൽക്കും, ചിലപ്പോൾ അവർക്കൊരു ബ്രോക്കറേജ് കിട്ടും. അങ്ങനെ ജീവിക്കുന്ന എത്രയോ പാവപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കോളേജ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി വരുമ്പോൾ ഒരു സ്ഥലം എടുത്ത് കൊടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? പ്രാദേശിക പ്രവർത്തകരായിരിക്കാം, എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു തെറ്റുമില്ലായിരുന്നു. അല്ല, ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട അഴിമതി. ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത്. കമ്പനി സ്ഥലം മേടിച്ച പിന്നെയാണ് മദ്യനയം മാറ്റുന്നത്. ഒരു കാരണവശാലും അനുവദിക്കില്ല. അവിടെ ഒരു കാരണവശാലും സമരങ്ങളാണ്. അവിടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സംസ്ഥാന വ്യാപകമായ അഴിമതിയാണ്. സുതാര്യമല്ല, ഒരു തരത്തിൽ സുതാര്യമല്ല. എങ്ങനെയാണ് സുതാര്യമാവണമെങ്കിൽ കേരളത്തിൽ എത്ര പേര് അപ്ലൈ ചെയ്തേനെ? ഇത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഞങ്ങൾ അറിഞ്ഞോ? ഡിസ്റ്റിലറികൾ അറിഞ്ഞോ? ആരും അറിഞ്ഞില്ലല്ലോ. മദ്യനയം മാറ്റി. ഓക്കെ, മദ്യനയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് ഇങ്ങനെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ഈ കമ്പനി അല്ലാതെ ആരറിഞ്ഞ്? പോണ പോക്കിൽ എല്ലാം കൂടി അങ്ങ് തൂത്തുവാരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അല്ലല്ല, അദ്ദേഹം മലയോര സമരയാത്രയുമായി സഹകരിക്കണം. അദ്ദേഹം MLA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ വരുമ്പോൾ ആ ജാഥയിൽ പങ്കെടുത്തതിന് അഭിവാദ്യം അർപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു UDF നേതാക്കളുമായിട്ട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് അദ്ദേഹം ഈ ഒരു കോഴ്സിന് വേണ്ടി വരുന്നതല്ല, തീർച്ചയായും അദ്ദേഹത്തിൽ പങ്കെടുക്കാൻ സമ്മതിച്ചു. ഞങ്ങൾ അത്രയും വേറെ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞെന്താ പറഞ്ഞ പോലെ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു. മനസ്സിലായില്ലേ? അല്ല, ചർച്ച അത് ഞാൻ പറഞ്ഞു ഉചിതമായ സമയത്ത് അതിൻ്റെ തീരുമാനം വരും. ഉചിതമായ സമയത്ത് നിങ്ങൾ പറയണ നിങ്ങളെന്ന് വെച്ചാൽ എല്ലാവരും ഉദ്ദേശമല്ല പറഞ്ഞത്. ചിലരെഴുതും രാവിലെ അൻവർ UDFിലേക്ക്, എൻ്റെ ഉച്ചയ്ക്ക് വന്ന് എന്നോട് ചോദിക്കും. ഞാൻ അറിഞ്ഞിട്ടില്ലേ? അങ്ങനെ തീരുമാനിക്കില്ല, UDF തീരുമാനിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു. ഞാൻ എല്ലാ പ്രധാന കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് ആലോചിച്ചു, UDF നേതാക്കന്മാരായിട്ട് ആലോചിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാറില്ല. ഞങ്ങളുടെ തീരുമാനമാണ്, ഞാൻ അറിയിച്ചു ആ തീരുമാനം. അങ്ങനെ ചെയ്യുള്ളൂ, അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ആ പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. മറ്റേ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? ഓപ്പണാണ്. അല്ലാതെ ഞങ്ങൾ പറയാം, അന്വേഷണം പറയാം. അവരാദ്യം ഇതാദ്യം നിർത്തിവെക്കണമെന്നാണ് നമ്മുടെ ഡിമാൻഡ്. എന്നിട്ടല്ല അന്വേഷണം നിർത്തിവെക്കണം, ഇതിൽ നിന്ന് പിൻവാങ്ങണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്, ഫസ്റ്റ് ഡിമാൻഡ്. എന്നിട്ട് അതുമായിട്ട് വീണ്ടും മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ പറയാം അന്വേഷണം. ആ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും അറിഞ്ഞുകൊണ്ടാണ്. കവിത എവിടെയാണ് താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കും. ഞാൻ പറയാനുള്ള ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം സ്ഥലം. വ്യക്തിപരമായി പറഞ്ഞായിരിക്കും. ഞങ്ങൾക്ക് അതിനോട് ഒരു യോജിപ്പില്ല. സ്ത്രീയും പുരുഷനും തുല്യരാണ്. ഞങ്ങൾ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. നോ കോംപ്രമൈസ്. അവിടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടായിരിക്കും. അതിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ നിലപാട് അതല്ല. അതിലൊന്നൊരു കോംപ്രമൈസ് ഇല്ല. ശരി.